കുരിശ് രക്ഷതരെന്ന് പറയുമ്പോൾ കുരിശ് ഓരോ ദിവസവും നിങ്ങൾക്ക് വെളിപ്പെടുത്തരുന്ന ആ പുതിയ പുതിയ വെളിച്ചത്തിന്റെ പാഠങ്ങളുണ്ട്. ആ വെളിച്ചത്തിന്റെ പാഠങ്ങൾ ആണ് വാസ്തവത്തിൽ നമ്മുടെ രക്ഷയിലേക്കുള്ള വാതായനമായിട്ട് മാറുന്നത്. വല്ലാത്ത ഇരുട്ടി നിൽക്കുമ്പോൾ ആ ഇരുട്ടിൽ ഏറ്റവും തെളിയുന്ന ഒരു അടയാളത്തിന്റെ പേരാ കുരിശ് എന്ന് പറയാം. കുരിശ് തരുന്ന സമാധാനം, സ്നേഹം തരുന്ന സമാധാനം. ഗുരുജനത്തിലേക്ക് സ്നേഹവന്ദനം. പാതിനോമ്പായി. ഇനി വിസ്തവാരത്തിലേക്ക് ഒരു 3 ആഴ്ച കഷ്ടിച്ചുണ്ടാവും. കുരിശിലേക്ക് ഏകാഗ്രമാകാനായിട്ടുള്ള ക്ഷണമാണ് എല്ലായിടത്തും. അന്തരീക്ഷത്തിൽ അതിലേക്കുള്ള ഒരു നിലവിളിയുണ്ട്. കുരിശിലേക്ക് ശ്രദ്ധിക്കുക. ഫ്രാൻസിസിന്റെ വർഷം കൂടിയായത്. ജനുവരി 10 തൊട്ട് അടുത്ത ജനുവരി 10 വരെ അങ്ങനെയാണ് സഭ കരുതി വച്ചിരിക്കുന്നത്. ഫ്രാൻസിസിനെ പഠിക്കുക, ശ്രദ്ധിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഫ്രാൻസിസ് ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളെ പഠിക്കുക, അതിലേക്ക് ഏകാഗ്രമാകുക എന്നുള്ളതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും ഉചിതമായ ഒരു ഓർമ്മാചരണം. 3 കാര്യങ്ങളായിരുന്നു അയാളുടെ സ്പിരിച്വാലിറ്റി എന്നൊക്കെയാണ് പൊതുവെ ഞങ്ങളുടെയൊക്കെ ഒരു ഫോർമേഷൻ കാലഘട്ടത്തിൽ പറഞ്ഞു കേട്ടുള്ളത്. ഒരു C³ എന്നൊക്കെ പറയുന്നൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് അത് കൃപ. 2 സിബോറിയോ എന്ന് പറയും. നമ്മളിങ്ങനെ സക്രാരിയിലൊക്കെ തിരുവോസ്തി സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്ലോസ്ഡ് വെസലിനെ വിളിക്കുന്ന വാക്കാണ് സിബോറിയോ എന്ന് പറയുന്നത്. പിന്നെ അൾട്ടിമേറ്റ്ലി ക്രൂസിഫിക്സ്. ഇതെല്ലാം ഒന്നിന്റെ തന്നെ തുടർച്ചയാണ്. വേണമെങ്കിൽ ഒരുതരം സ്പിരിച്വൽ എവല്യൂഷനാണ്. ഈ പറയുന്ന കാര്യങ്ങൾ അത്രയും ഇങ്ങനെ കണക്റ്റഡാ. കുരിശിലേക്ക് ശ്രദ്ധിച്ചാണ് ഈ മനുഷ്യൻ ആരംഭിക്കുന്ന മുഴുവൻ. കുരിശിനെ ഫ്രാൻസിസ് പറയുന്നത് മൈ ബുക്ക് എന്ന എൻ്റെ പുസ്തകം. അയാൾ പഠിച്ചതൊക്കെ ഈ ഒരു പുസ്തകത്തിന്റെ താളുകളെ വായിച്ചെടുത്തിട്ടില്ല. ആരംഭിക്കുന്നത് തന്നെ നമുക്കറിയാം. ഇങ്ങനെ സന്താമേനല്ലേ ഒരു കുരിശ് രൂപമുണ്ട്. അതിനു മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പള്ളിയെ പുതുക്കി പണിയാന്നുള്ള ആ ഒരു ക്ഷണം കേൾക്കുന്നത്. ആ ഒരു കാര്യം അയാളുടെ ഉള്ളിലേക്ക് വന്ന് പതിയുന്നത്. പിന്നെ ഓരോ അംശങ്ങളിലും ഈ കുരിശി മനുഷ്യന്റെ പശ്ചാത്തലത്തിലുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന പഞ്ചക്ഷതത്തിന്റെ ഒക്കെ ഒരു അത്രയും കുരിശിലേറിയ ആളോട് താതാത്മ്യപ്പെട്ടതുകൊണ്ട്, അത്രയും ആ കുരിശേറിയവന്റെ സ്നേഹത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങിയത് കൊണ്ട്, സ്നാനം ചെയ്തുകൊണ്ട് അയാളുടെ ശരീരത്തിൽ ഈ 5 മുറിവുകളൊക്കെ ഉണ്ടായെന്ന് പറയുന്ന സ്റ്റിഗ്മറ്റ എന്ന് പറയുന്ന ആ ഒരു പാരമ്പര്യം. സ്റ്റിഗ്മറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ അടിമകളുടെ മീതെ വീഴുന്ന അടിയാന്നാ പറയുന്നത്. സ്റ്റിഗ്മ എന്നൊരു വാക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. ലാഷസ് എന്ന് പറയുന്ന ഒന്നാണ് ഈ അടിമയുടെ മീതെ വീഴുന്ന ക്ലേശമാണ്. നമ്മൾ തിരുമുറിവുകളെന്നൊക്കെ ഭംഗിയായിട്ട് ഉപയോഗിക്കുമ്പോഴും അതിങ്ങനെ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ അടിമുടി സഹിച്ച ഒരു സ്നേഹത്തിന്റെ തടവുകാരന്റെ മീതെ വീണ അടയാളമാണ്. അപ്പൊ അതിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ സഭ റെക്കഗ്നൈസ് ചെയ്യുന്ന ആദ്യത്തെ ഈ പഞ്ചക്ഷതധാരിയൊക്കെ ആയിട്ടാണ് ഫ്രാൻസിസ് നമ്മൾ കരുതുന്നത്. സെന്റ് പോളും ഒക്കെ അത്തരം ചില അനുഭവങ്ങളിൽ കടന്നു പോയിട്ടുള്ളതൊക്കെ ആയിട്ട് ചിലപ്പോൾ നമുക്കൊരു തോന്നലൊക്കെ വരുന്നുണ്ട്. അവന്റെ മുറിവുകൾ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നത് ഒരു കവിത എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഫിസിക്കൽ റിയാലിറ്റി ഒക്കെ ആയിട്ട് പരിഗണിക്കുന്നതുകൊണ്ട് ഈ ഒരു കാലത്തിനൊരു വിശുദ്ധൻ പതിരപ്പിയൊക്കെ അതിന്റെ തുടർച്ചയാണ്. നിങ്ങൾക്ക് അതിനകത്ത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ അത് വലിയൊരു സ്പിരിച്വൽ പോയട്രിയാണ്. അത്രമേൽ ഒരാൾ യേശുവിന്റെ മുറിവുകളിൽ മുക്തനാകുമ്പോൾ, അത്രമേൽ ഒരാൾ അതിനകത്ത് മുങ്ങിപ്പോകുമ്പോൾ അയാൾക്ക് അതേ അടയാളങ്ങളുടെ സൗഭാഗ്യം കിട്ടുന്നു, അതേ അടയാളങ്ങളുടെ ആ ഒരു ബലം കിട്ടുന്നു. അങ്ങനെ ഫ്രാൻസിസിനെ ഈ കുരിശിൽ നിന്ന് അടർത്തിക്കൊണ്ട് ഒരു വിചാരവും നമുക്ക് സാധ്യമല്ല. സ്വാഭാവികമായിട്ട് ഫ്രാൻസിസിന്റെ വർഷത്തില് ഈ കുരിശിനെയൊക്കെ കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. ഞങ്ങൾക്കൊരു സന്തോഷമുള്ളൊരു വാർത്ത ഈ ദിവസങ്ങളുണ്ടായി.
ഞങ്ങളുടെ തന്നെ ക്യാപിറ്റൻ സമൂഹത്തിൽ നിന്നുള്ള ഒരു വ്യക്തി 1968 മരിച്ച പൊരുതി എറണാകുളത്തും ഒക്കെ വല്യച്ഛൻ്റെ പേരിൽ അറിയപ്പെടുന്ന തിയോഫിനച്ഛനെ ഈ അടുത്ത ദിനങ്ങളിലാണ് ഇങ്ങനെ മാർപ്പാപ്പ ഈ ധന്യനായിട്ടൊക്കെ ഉയർത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഒക്കെ ഭംഗിയുള്ള ഓർമ്മപ്പെടുത്തല. 800 വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയൊരു മനുഷ്യൻ, അല്ലെങ്കിൽ 18 വർഷങ്ങൾക്ക് കടന്നുപോയ നമ്മുടെ തന്നെ കോണ്ടംപററി ആയ ഒരു മനുഷ്യൻ, ഇവരൊക്കെ പുലർത്തിയിരുന്ന ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ കുരിശിലേക്ക് ഏകാഗ്രമാകാനായിട്ടുള്ള ഒരു ക്ഷണവും അതിലേക്കുള്ള വിളിയുമൊക്കെ ആയിട്ട് തന്നെയാണ്. അപ്പോൾ കുരിശിലേക്ക് വിട്ടു നോക്കുക. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളെ രക്ഷിച്ച തമ്പുരാൻ എന്നൊക്കെ ഒരു പ്രാർത്ഥനയായിരിക്കും നമ്മൾ ഏറ്റവും ചെറിയ കാലത്ത് പഠിച്ച പ്രാർത്ഥനകളൊന്ന്. ആ വാക്ക് ശ്രദ്ധിക്കണം. അടയാളം എന്ന് പറഞ്ഞൊരു വാക്ക, സൈൻ എന്ന് പറഞ്ഞൊരു വാക്ക. പലപ്പോഴും ഈ അത്ഭുതവും അടയാളവും ഒക്കെ ഒന്ന് മറ്റൊന്നിന്റെ മറുപദമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അത്ഭുതമല്ല അടയാളം എന്ന് പറഞ്ഞാൽ. അടയാളം എന്ന് പറയുന്നത് യു നീഡ് ടു മൂവ് ഓൺ, യു നീഡ് ടു കോണ്ടംപ്ലേറ്റ്. അങ്ങനെ ഒരു കൺസെപ്റ്റിന്റെ പേര് അടയാളം എന്ന് പറയുന്നത്. ഇപ്പോൾ വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്ന യേശുവിന്റെ ആദ്യത്തെ അത്ഭുതമായിട്ടാണ്. ഒന്നുമല്ല. നിങ്ങൾ ആ പാഠഭാഗം തപ്പിയെടുത്ത് വായിക്കും, നിങ്ങൾക്കറിയാം. അതിനകത്ത് ഇങ്ങനെയാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്, ഇതായിരുന്നു യേശുവിന്റെ ആദ്യത്തെ അടയാളം. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഒരു വിരുന്നിന്റെ ഒരു പ്രതിസന്ധി പരിഹരിച്ചതോ ഇങ്ങനെ ലഹരിയുടെ കഥയൊന്നും അല്ല ഈ വെള്ളം വീഞ്ഞ എന്ന് പറയുന്നത്. അതിങ്ങനെ യേശുവിലേക്ക് എത്തിയവർക്ക് സംഭവിക്കാൻ പോകുന്ന ആ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പോയിന്റ്, രൂപാന്തരീകരണ. പച്ചവെള്ളം പോലെ ഉള്ള അവരുടെ ജീവിതം, ഏറ്റവും സർവ്വസാധാരണമായ അവരുടെ ജീവിതമൊക്കെ ഇങ്ങനെ ഓരോ കോശങ്ങളിലും ഇങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന അനുഭവമായിട്ട് മാറുന്നൊക്കെ ഉള്ളതിന്റെ സൂചന ഏതാ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ആദ്യത്തെ പ്രഭാഷണം നിനക്ക് ചെയ്യുന്ന ഈ കാര്യം ഉൾപ്പെടെ ഒരു വലിയൊരു ചരിത്രമുണ്ട്. ഇങ്ങനെ ക്രിസ്ത്യൻ ചർച്ചസിനിടയിൽ ഈ പ്രഭാഷണത്തിന്റെ ഒരു ചരിത്രമുണ്ട്. എല്ലാവരും അതിനകത്ത് പല രീതിയിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ആദ്യം ആരിൽ നിന്നായിരുന്നു? പത്രോസിൽ നിന്നാണ്. ഈ മനുഷ്യന്റെ പ്രഭാഷണം ഒന്ന് നമ്മളെടുത്ത് വായിക്കണം. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: ദേശക്കാരെ, ഞങ്ങൾ മദ്യപിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയും പുലരിൽ എങ്ങനെയാണ് മദ്യപിക്കാൻ പറ്റുന്നത്? എന്നിട്ട് മദ്യപിക്കാതെ മദ്യപിച്ചതിനേക്കാൾ ലഹരി ജീവിക്കാൻ പറ്റുന്ന ആ ഒരു പുതിയ കഥ, ഒരിക്കലും പഴക്കം വരാത്ത ആ നിത്യനൂതനമായ കഥ പറഞ്ഞു തുടങ്ങി. നസ്രത്തിലെ യേശുവിന്റെ കഥ, അയാളുടെ അൺകണ്ടീഷണൽ ഉപാധിയില്ലാത്ത സ്നേഹത്തിന്റെ കഥ. ഇതിങ്ങനെ കേട്ടിട്ടാണ് മനുഷ്യരിങ്ങനെ സ്നേഹം കൊണ്ട് നിറയുന്നത്. അതിനാണ് അനോയിന്റിങ് നമ്മൾ വിളിക്കുക. ഇങ്ങനെ സ്നേഹം ഒരാളെ കീഴ്പ്പെടുത്തുന്ന വിളിക്കുന്ന വാക്കനെ അഭിഷേകം ചെയ്യാൻ പെടുന്ന ഈ ഒരു പ്രഭാഷണത്തിന് ശേഷം അങ്ങനെ ഒരു നഗരം മുഴുവൻ ഇങ്ങനെ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുന്നൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. പറഞ്ഞു വരുന്നത് അടയാളത്തെക്കുറിച്ചാണ്. കുരിശെന്ന് പറയുന്ന അടയാളത്താൽ ഞങ്ങൾ രക്ഷിച്ചെന്നുള്ള അല്ല. കുട്ടികളുടെ സങ്കല്പങ്ങളുടെ കണക്ക് ഇങ്ങനെ പ്രേതകഥകളിലൊക്കെ പെട്ടുപോകുന്ന കുട്ടികൾക്ക് ഈ കുരിശടയാളം എന്നൊക്കെ പറയുന്നത് അതിനുള്ള ഒരു പരിഹാരം എന്നൊക്കെ നിലയിലൊക്കെ ആയിട്ടായിരിക്കും അവരുടെ ബോധത്തിൽ വന്ന് വീഴുന്നത്. അതല്ല കഥ. ഒരു വലിയ മെഡിറ്റേഷനുണ്ട്. ആ മെഡിറ്റേഷനാണ് നമ്മളെ രക്ഷിക്കുന്നത്. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ. പദങ്ങളൊന്നും ആരെയും സഹായിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ മലയാള സാഹിത്യ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ അതിനകത്തൊരു പരാമർശം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കും. ഈ ദേശത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കവി, ഇങ്ങനെ നാരായണ ഗുരുദേവന്റെ ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ കുമാരനാശാനത് മുങ്ങിമരിച്ചാണ് നമുക്കറിയാം. അദ്ദേഹം മുങ്ങിമരിച്ച ആ ഒരു ബോട്ടിന്റെ പേര് റെഡീമർ എന്നാണ്. ആ റെഡീമർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം രക്ഷകനാണ്. അപ്പോ സഞ്ചരിക്കുന്ന യാനപാത്രങ്ങളിൽ രക്ഷകൻ എന്ന് എഴുതി വെച്ചത് കൊണ്ട് അത്തരം സ്റ്റിക്കറുകളൊന്നും ആരെയും സഹായിക്കാൻ പോകുന്നില്ല. കുരിശ് രക്ഷ തരുമെന്ന് പറയുമ്പോൾ കുരിശ് ഓരോ ദിവസവും നിങ്ങൾക്ക് വെളിപ്പെടുത്തരുന്ന ആ പുതിയ പുതിയ വെളിച്ചത്തിന്റെ പാഠങ്ങളുണ്ട്. ആ വെളിച്ചത്തിന്റെ പാഠങ്ങൾ ആണ് വാസ്തവത്തിൽ നമ്മുടെ രക്ഷയിലേക്കുള്ള വാതായനമായിട്ട് മാറുന്നത്. അതിങ്ങനെ ഓരോ ദിവസവും മുമ്പോട്ട് പോകാൻ പറ്റും. ഇങ്ങനെ ഖനി പോലെയാണ്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് തോന്നുന്നു നടന്നത്രയും ദൂരം
ത്തെക്കാൾ പ്രധാനപ്പെട്ട ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. അപ്പൊ നമ്മൾ അതിനെ ഉപേക്ഷിച്ച് പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകും. വെറുതെ കുരിശിനെ ഇങ്ങനെ ധ്യാനത്തിലേക്ക് വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ സാധാരണ രീതിയിൽ നിശ്ചയമായിട്ടും ആ ദേവാലയത്തിന്റെ നടുവിൽ തന്നെ ആയിരിക്കും എല്ലാ ധ്യാനങ്ങളും ഏകാഗ്രമാവേണ്ടത്, എല്ലാ ചിന്തകളും ഇങ്ങനെ ചലനമറ്റതാവേണ്ടത്, എല്ലാ ശ്രദ്ധയും ഉയരേണ്ടത് ഈ ഒരു ബിന്ദുവിലേക്കാ, കുരിശിലേക്കാ. അത് എന്താ ഈ കുരിശ് പറയാനായിട്ട് ശ്രമിക്കുന്ന, എന്താ കുരിശിന്റെ പൊരുള്? ഈ ജോൺ ഓഫ് ദ ക്രോസ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു മിസ്റ്റിക് ഉണ്ട്. ഭയങ്കരമായ ക്ലേശങ്ങളുടെ കടന്നു പോയൊരു മനുഷ്യനാണ്. ഒരു 9 മാസത്തോളം ഇങ്ങനെ അയാൾക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത വിധത്തിൽ ടൈനി ആയിട്ടുള്ള ഒരു സെലിലി മനുഷ്യൻ, ഒരു മുറിക്കകത്ത് ഈ മനുഷ്യനെ ഇങ്ങനെ അവര് എന്തോ ചില സംശയങ്ങളുടെ മീതെയും ഇയാളൊരു ഉന്മാദിയാണെന്നൊക്കെ സങ്കല്പിച്ചിട്ട് ഇങ്ങനെ പൂട്ടിയിടുകയാണ്. അയാൾക്കതിനകത്ത് വസ്ത്രം മാറാൻ അവകാശമില്ല. അയാൾക്കതിനകത്ത് ഈ ഭക്ഷണം കിട്ടിയോ ഉണ്ടായിരിക്കാം. ഈ കുളിച്ചിട്ടില്ല ഈ മനുഷ്യൻ. ഈ ഒരു 9 മാസവും വൈദ്യനായ മനുഷ്യനെ കുർബാനയിൽ അനുവദിച്ചിട്ടില്ല. എന്നിട്ടോ ഈ 9 മാസത്തെ ആ ഒരു തടവറ ജീവിതത്തിന് ശേഷം അയാൾ ഒരു ക്ലാസിക് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ആത്മാവിന്റെ ഇരുണ്ട രാത്രി എന്ന പേരിലാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്, ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. അത്രയും അകവും പുറവും ഒക്കെ ക്ലേശങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ വെറുതെ കുരിശിനെ മാത്രം ഓർത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്തൊന്നും ഈ മനുഷ്യന് വെട്ടം കിട്ടിയ യേശു മരിക്കുമ്പോഴൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നില്ലേ, ഇങ്ങനെ ദേശം മുഴുവൻ ഇരുട്ടായിരുന്നു, ഇത്ര സമയം തൊട്ട് ഇത്ര മണിക്കൂർ വരെ ഇരുട്ടായിരുന്നു ഒക്കെയാണ് വേദപുസ്തകം പറയുന്നത്. അപ്പൊ ഇങ്ങനെ വല്ലാത്ത ഇരുട്ടി നിൽക്കുമ്പോൾ ആ ഇരുട്ടിൽ ഏറ്റവും തെളിയുന്ന ഒരു അടയാളത്തിന്റെ പേരാ കുരിശ് എന്ന് പറയാം. വലിയ വിശുദ്ധനും മിസ്റ്റിക്കും ഒക്കെ ആയിട്ട് ഇപ്പൊ സഭ കരുതുന്ന ഡോക്ടർ ഓഫ് ദ ചർച്ച് ആയിട്ടൊക്കെ സഭ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഈ മനുഷ്യന്റെ ഒരു യൗവനകാലത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അയാൾ ഇപ്പൊ നമ്മൾ വിളിക്കുന്ന വാക്ക് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ എന്നാണ്. അയാൾക്ക് ലഭിച്ചിരുന്ന പേരും അത് തന്നെ ആയിരിക്കണമെന്ന് ഞാൻ വിചാരിക്കും സന്യാസ സമൂഹത്തിൽ. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ആ വാക്കിന് കുറെ കൂടി മുഴക്കമുണ്ട്. ഇങ്ങനെ ഒരു അവനം പെട്ടു പോകുന്ന ഇടങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട്, എല്ലാ തരത്തിലും ഈ വെളിച്ചത്തിന്റെ വാഹകരാകാനായിട്ട്, ഈ പൗലോസൊക്കെ പറയുന്ന കണക്ക് ഇങ്ങനെ വെളിച്ചത്തിന്റെ വസ്ത്രം ധരിക്കാനായിട്ട് ഈ ഇരുട്ടിൽ കുരിശോളം വലിയൊരു പ്രതീകമില്ല. അതിനെ ഇങ്ങനെ അകത്തേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. അത് ഓരോ ദിവസവും നിങ്ങളുടെ ആഴം കുറെ കൂടി ഇങ്ങനെ അഗാധമാവും. ഇന്നലെ നിങ്ങൾ പരിചയിച്ച കുരിശല്ല ഇന്ന് നമ്മൾ കാണാനും കേൾക്കാനും ഒക്കെ പോകുന്നൊരു കുരിശ് എന്നർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെ സാക്ഷ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മെഡിറ്റേഷന്റെ പേരാ കുരിശ് എന്ന് പറയുക. കുരിശിന്റെയൊക്കെ ഒരു പഴയ നിയമ അടയാളം എന്ന് പറയുന്ന മോശ ഉയർത്തിയ പിച്ചള സർപ്പം. നമുക്ക് പരിചയമുള്ളൊരു വാക്കുണ്ടല്ലോ, പക്ഷെ എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്ക്, മുഴുവൻ സുവിശേഷത്തിന്റെയും കാതലായിട്ട് നമ്മൾ വരുന്ന വാക്ക് എന്താണ്? അത്രമേൽ ഭൂമിയെ സ്നേഹിച്ചത് കൊണ്ട് അവൻ തന്റെ ഏകജാതനെ നമുക്ക് നൽകുന്ന അർത്ഥം വരുന്ന വാക്കാണ്. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി സൺ. അതിന് തൊട്ടുമ്പത്തൊരു വാക്ക് കൂടി ഒന്ന് എടുത്താൽ നല്ലതായിരിക്കും. അതിങ്ങനെ 3, 14, 15 ഒക്കെയാണ്. അതിങ്ങനെയാണ്, മോശ ഉയർത്തിയ പിത്തള സർപ്പം പോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും, അവനെ നോക്കുന്നവർക്കൊക്കെ സൗഖ്യമുണ്ടാകുന്ന പറയുക. കഥയൊക്കെ ഇങ്ങനെയാണ്. ഇങ്ങനെ ആ മരുഭൂമി യാത്രയാണ്. അവിടെ എവിടെ വെച്ച് എന്തോ അഹിതമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. മനുഷ്യരിങ്ങനെ ദൈവത്തിനും മനുഷ്യനെതിരായിട്ട് പരാതി പറയുന്നു. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അപരാധമൊക്കെ ആയിട്ട് അത് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ പരാതിയാണ്. ഒരാൾ പരാതി പറയാന്ന് പറയുന്നതിന്റെ അർത്ഥം അയാൾ അല്പം പോലും തന്റെ ജീവിതത്തെ ഒരു സത്യസന്ധമായിട്ട് പെരുമാറുന്നില്ലെന്നുള്ള, അയാൾ അല്പം പോലും ജീവിതത്തോട് കൃതജ്ഞതയുള്ള മനുഷ്യല്ലെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചൊല്ലുപോലും ഉണ്ട്, കംപ്ലൈന്റ് ഈസ് എൻ ഇൻസൾട്ട് ടു ഗോഡ്. അവരിങ്ങനെ വെള്ളത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെ പരാതി പറയുക. കിട്ടാവുന്ന ഏറ്റവും നിർബലമായ ഉറവുകൾ അവർക്ക് വേണ്ടി തുറന്നു കിട്ടിയിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും മനുഷ്യര് പ്രാർത്ഥനാപൂർവം ഒരുതരം കൊതിയോടുകൂടി കേൾക്കുന്ന മന്ന ഇങ്ങനെ ആകാശം പൊഴിക്കുന്നുണ്ട്. എന്നിട്ടും ഇതൊന്നും അവരുടെ പരാതികൾക്കുള്ള ഉത്തരമല്ല. അവരുടെ പരാതികളെ പരിഹരിക്കുന്നില്ല, ശമിപ്പിക്കുന്നില്ല. പിന്നെ ഒരു ശിക്ഷയുടെ പശ്ചാത്തലത്തിലാണ് രംഗം മാറുന്നത്. ഇങ്ങനെ ആഗ്നേയ സർപ്പങ്ങള് ഇവരിങ്ങനെ കൊത്തി വീഴ്ത്തുന്നു. മോശ ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മോശയ്ക്ക് കിട്ടുന്ന വെളിപാടാണ് ഇങ്ങനെ ഒരു ബ്രോൺസിന്റെ ഒരു പിത്തള സർപ്പം കൊണ്ട് ഉയർത്തുക, ഒരു മുളയിലോ ഇങ്ങനെ ഉയർത്തിക്കെട്ടുക എന്ന് പറഞ്ഞൊരു വാക്ക ഉപയോഗിക്കുന്നത്. അതിലേക്ക് നോക്കിയവരൊക്കെ
ഈ സൗഖ്യപ്പെട്ടു. എന്തൊരു ശക്തമായൊരു യേശു മെറ്റഫറാണ് നമ്മളിത് ഇതിനകത്ത് വായിച്ചെടുക്കുക. രണ്ടു തരത്തിൽ നമ്മളിങ്ങനെ വേദപുസ്തകത്തെ വായിക്കുന്നത്. പഴയ നിയമത്തെ നമ്മൾ വായിക്കുന്നത് നിഴലെന്നും പുതിയ നിയമത്തെ നമ്മൾ വായിക്കുന്ന പൊരുളെന്നുമാണ്. ഇപ്പൊ പുതിയ നിയമത്തിലെ പൊരുളിന്റെ പേരാ യേശു എന്ന് പറയുന്നത്. ആ യേശുവിന്റെ നിഴൽ ഏറ്റവും ശക്തമായിട്ട് വീണിരിക്കുന്ന ഒരു ബിംബമാണ് ഈ മോശ ഉയർത്തിയ ആ ഒരു കൊത്തിയെടുത്ത ആ സർപ്പത്തിന്റെ കഥ. അത്രയും സബ്സ്റ്റൻസ് ആൻഡ് ഷാഡോ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇത്രയും കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു പ്രതീകത്തിൽ വരുന്നുണ്ടെന്ന്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കാനായിട്ട് ശ്രമിക്കുന്നത്? എല്ലാവരും ഇങ്ങനെ ഭയത്തിനടിമകളാണ്. അകാരണമായ ഭയത്തിൽ പെട്ടുപോകുന്ന ഒരു നിലനിൽപ്പിന്റെ പേരായി മനുഷ്യൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മനുഷ്യൻ ഇങ്ങനെ പിറന്നു വീഴുന്നത് തന്നെ പലതരം ഭയങ്ങളിലാണ്. ഈ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ പുറന്തള്ളപ്പെട്ടു എന്ന് പറയുന്നൊരു ഭയമാണ്. ആ റിജക്ഷൻ എന്ന് പറയുന്നൊരു ഭയത്തിലാണ് എല്ലാ മനുഷ്യന്റെയും പിറവി. ഇങ്ങനെ അനവധിയായ ഭയങ്ങളിൽ പെട്ടുപോയ മനുഷ്യരാണ് ഈ പറഞ്ഞ ആഗ്നേയ സർപ്പങ്ങൾ ദംശിച്ച മനുഷ്യര്. ഒരിടത്തും അവർക്ക് പേടിയാ. എപ്പോഴെങ്കിലും നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇഴജന്തു തൊട്ടിട്ടുണ്ടെങ്കിൽ, ദംശിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് രാത്രിയെ ഭയവാ, ചെല്ലപ്പരപ്പിനെ ഭയവാ, എല്ലാ ചലനങ്ങളെയും ഭയവാ. ഏതൊരു ഇരുട്ടിൽ നിന്നാണ്, ഏതൊരു ഇലകൾക്കിടയിലൂടെയാണ് ഒന്ന് നിങ്ങളെ തേടി വരുന്നതെന്ന് നിങ്ങൾക്കൊരു ഒരു ഉറപ്പുമില്ലാത്തത് കൊണ്ട് പിന്നെ നിങ്ങൾക്കിങ്ങനെ മുകളിലോട്ട് നോക്കാൻ പോലും ഭയവാ. നിങ്ങൾ ഓരോ കരിയിലയുടെ അനക്കത്തെയും ഭയപ്പെടും. അങ്ങനെ അനവധിയായ ഭയങ്ങളാൽ ദംശിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി കൊടുക്കപ്പെട്ട അടയാളത്തിന്റെ പേരാണ് ഈ കൊത്തിയ സർപ്പത്തെ കൊത്തിവെക്കുക എന്ന് പറഞ്ഞ സങ്കല്പം. നിങ്ങളെ കൊത്തിയ എന്തൊക്കെയാണോ അതിനെ നിങ്ങളുടെ ഒരു പ്ലെയിനിൽ നിന്ന്, നിങ്ങളുടെ ടെറസ്റ്റ് ഭൗതികമായ ഒരു പ്ലെയിനിൽ നിന്ന് ഒന്ന് ഉയർത്തി വെക്കുക. അഡ്രസ് യുവർ പെയിൻ. എല്ലാവരെയും ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം എവിടെയെങ്കിലുമൊക്കെ വെച്ച് ദംശിച്ചിട്ടുണ്ടാവും. അതില്ലാന്ന് മട്ടിൽ ജീവിക്കുക എന്നുള്ള അസാധ്യമാണ്. അതിനെ ഒഴിവാക്കി എത്ര കാലം ജീവിക്കാൻ പറ്റും? ചിലതൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നിനകത്തും വഴുതി മാറിയും മുറി അടച്ചിട്ടും, പുരുഷന്മാർ ചിലപ്പോൾ മദ്യപിച്ചിട്ടും, വേറെ ചില തീർത്ഥയാത്രകളിൽ ഏർപ്പെട്ടുമൊക്കെ തങ്ങളുടെ പെയിനെ ഇങ്ങനെ വഴുതി മാറിയ ബൈപ്പാസ് ചെയ്യുക. അപ്പൊ ഏതെങ്കിലും ഒരു പെയിൻ നിങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ ആ പെയിൻ അഡ്രസ് ചെയ്യുക. അതിലേക്ക് നോക്കി 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 നിങ്ങൾക്ക് വെളിച്ചവും സമാധാനവും സ്നേഹവും ഒക്കെ കിട്ടുന്ന പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടുന്ന് നേരെ നമ്മുടെ പഴയ ഭാഷയിൽ ഒരു തവളച്ചാട്ടം ചാട്ടി ഈ കുരിശിന് മുമ്പിലേക്ക് ചെല്ലാം. നിങ്ങളുടെ എല്ലാ ഭയങ്ങൾക്കും പരിഹാരമാകുന്ന, ഔഷധമായി മാറുന്ന ഒരു ഓർമ്മയാണ് ഈ കുരിശെന്ന് പറയുന്നത്. എന്താണ് അവൻ എടുക്കാത്തത്? നമ്മുടെ എല്ലാ അപമാനങ്ങളും എടുത്തിട്ടുണ്ട്, എല്ലാ അലച്ചിലുകളും എടുത്തിട്ടുണ്ട്, എല്ലാ തെറ്റിദ്ധാരണകളും എടുത്തിട്ടുണ്ട്. എന്തിന്? ഈ മനുഷ്യനായിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ എല്ലാ വ്യസനങ്ങളെയും അവൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടാത്ത രീതിയിൽ ഒരു സമാധാനം നിങ്ങളെ തേടി വരും. അതിങ്ങനെ മനുഷ്യർ തരുന്ന സമാധാനമല്ല. ആ തിരുവത്താഴ മേശയിൽ വെച്ച് അവിടുന്ന് പറഞ്ഞൊരു സമാധാനമാണ്, ഞാൻ നിങ്ങൾക്കൊരു സമാധാനം തരും, ലോകം തരുന്നത് പോലല്ല. ലോകം തന്ന എല്ലാ സമാധാനങ്ങളെയും ലോകം തിരിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്വപ്നം നൽകിയവർ മടങ്ങിപ്പോകുമ്പോൾ ഉറക്കം കൂടി എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറയുന്ന ആ ചൊല്ലുപോലെ ഒരു വലിയ സമാധാനത്തിലേക്ക് വിട്ടുനോക്കുന്ന ഒന്നാണ് ഈ കുരിശെന്ന് പറയുന്നത്. എങ്ങനെ ഈ സമാധാനം ഉറപ്പുവരുത്തുന്നത്? ഓരോ കുരിശും പറയാൻ ശ്രമിക്കുന്നത് യു ആർ ബീങ് പാഷനേറ്റ്ലി ലൗഡ്. അത്രമേൽ അഗാധമായിട്ട് നിങ്ങൾ സ്നേഹിക്കപ്പെട്ടു. ഈ ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു ഘട്ടം തൊട്ട് ഏതാണ്ട് 3 ലക്ഷത്തോളം ഇങ്ങനെ പഴക്കമുണ്ട് മാനവരാശിയുടെ ചരിത്രത്തിന്. അത്രയും പഴക്കമുള്ള മാനവരാശിയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു കവിത ഉണ്ടായിട്ടില്ല. എന്താണത്? അത്രമേൽ സ്നേഹിച്ചത് കൊണ്ട് ദൈവം തൻ്റെ ഏകമകനെ നമുക്ക് നൽകി. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി സൺ. നിങ്ങൾ മകന് തുല്യരാണെന്നല്ല പറയാൻ ശ്രമിക്കുന്നത്, മകനേക്കാൾ നിങ്ങൾ സ്നേഹിക്കപ്പെട്ടു. എന്തുമാത്രം നിങ്ങൾ സ്നേഹത്തിൽ പരിക്കേറ്റുണ്ടോ നിങ്ങൾക്ക് അത്രയും അതിൻ്റെ സമാധാനം കിട്ടും, അത്രയും അതിൻ്റെ സാന്ത്വനം കിട്ടും. കുട്ടികളുടെ അടുത്ത് ഞാനിങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെ ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ എല്ലാ തരത്തിലും കൂനിപ്പോയ നിങ്ങളുടെ ജീവിതത്തെയും മറ്റേ തട്ടിൽ ഇങ്ങനെ ഏകമകൻ എന്ന് അവകാശപ്പെടുകയോ വെളിപ്പെട്ട് കിട്ടുകയോ ചെയ്തിരിക്കുന്ന ആളെയും കൂടി തൂക്കി നോക്കി കഴിയുമ്പോൾ അത്രമേൽ സ്നേഹിക്കപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ദ ഓൺലി സൺ എന്നൊക്കെയുള്ള ആ ഒരു സമാധാനം അയാൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഇത് രണ്ടും കൂടി ഇങ്ങനെ തൂക്കി നോക്കുമ്പോൾ നിങ്ങളിരുന്ന തട്ട് താണു പോവുകയും ഈ മകൻ
ഇരുന്ന് തട്ട് ഉയർന്നു പോവുകയും ചെയ്യുന്ന പേരാണ് കുരിശ്. ഇങ്ങനെ ഇതാണ് കുരിശ്. ചെന്നാല് നിങ്ങൾക്ക് തന്റെ പുത്രനേക്കാൾ കൂടുതൽ ഗുരുത്വം അവിടുന്ന് കൽപ്പിച്ചു തരുന്നുണ്ട്. മനുഷ്യര് നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മളെ ചലഞ്ച് ചെയ്യുമ്പോൾ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മളെ വിട്ടുപോകുമ്പോഴൊക്കെ വെറുതെ ഓർത്തോളണം, ഒരു പരമചൈതന്യം 2 തടിക്കഷ്ണങ്ങളിലൂടെ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്: യു ആർ ബീങ് പാഷനേറ്റ്ലി ലൗഡ്. ഉപാധിയില്ലാതെ അഗാധമായിട്ട് സ്നേഹിക്കപ്പെടുന്നു. എത്രത്തോളം? തന്റെ മകനേക്കാളേറെ. ആ സമാധാനമാണ് പല രീതിയിൽ ദംശനമേറ്റ മനുഷ്യരുടെ സമാധാനം. കുരിശ് തരുന്ന സമാധാനം, സ്നേഹം തരുന്ന സമാധാനം. ചെറുപ്പത്തിൽ നമ്മൾ വിചാരിക്കുന്നു ഇതൊരു കഴിമരം, ഒരാളുടെ പെയിന്റ് അടയാളമാണ്. ഇപ്പൊ അതങ്ങനെയല്ല മനസ്സിലാവുന്നത്. അതങ്ങനെ പിടുത്തം കിട്ടിയതുകൊണ്ടൊക്കെയാണ് ഒരുപക്ഷെ ഒരു 3 നൂറ്റാണ്ടോളമെങ്കിലും കുരിശൊരു പോപ്പുലർ ക്രിസ്ത്യൻ ഐക്കൺ ആയിരുന്നില്ല. കാരണം അവർ ജീവിച്ചിരുന്ന സമൂഹത്തിനകത്ത് കുരിശിനെ കുറിച്ച് ഒത്തിരി തർക്കങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഒരു 3-ാം നൂറ്റാണ്ടിന് ശേഷം അതിങ്ങനെ ഒരു കൃത്യമായൊരു ക്രിസ്ത്യൻ ഐക്കണായിട്ട് മാറുന്നത് പെയിൻ എന്ന അർത്ഥത്തിലല്ല, ദൈവം നിങ്ങളെ നിക്ഷേപിക്കാനായിട്ട് ശ്രമിച്ച സ്നേഹത്തിന്റെ അളവ് പോലെ നിലയിലാണ്. അത് പിടുത്തം കിട്ടിയ ഒരു മനുഷ്യന് ഭ്രാന്ത് പിടിച്ചു. അയാളുടെ പേര് അസീസിലെ ഫ്രാൻസിസ് എന്നാണ്. കണ്ടില്ലേ, അയാളിങ്ങനെ നിലവിളിച്ചുകൊണ്ട് പോകുന്നത്: സ്നേഹമേ, സ്നേഹിക്കപ്പെടാതെ പോയ എന്റെ സ്നേഹമേ. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.